തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജ് ഉടമയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോളേജ് ഉടമ മുഹമ്മദ് അബ്ദുൾ അസീസ് താഹയുടെ മൃതദേഹമാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. PS അസീസ് എഞ്ചിനീയറിംഗ് കോളേജിലെ പണി തീരാത്ത ഹാളിനുള്ളിലാണ് മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. മാനസ മനോജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മാനസ, ആത്മഹത്യയെന്നാണോ മനസ്സിലാക്കേണ്ടത്? ആത്മഹത്യ എന്ന നിഗമനത്തിലാണ് പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ ഈ കോളേജ് കത്തുന്നത് കണ്ടിട്ടാണ് സ്റ്റാഫ് അവിടെ എത്തുന്നത്. അപ്പോൾ തന്നെ ഈ വിവരം നെടുമങ്ങാട് പോലീസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ശേഷം പോലീസ് എത്തി പരിശോധന നടത്തുന്നതിനിടയിലാണ് മൊബൈൽ ഫോണും കാറും കണ്ടത്. അങ്ങനെയാണ് വ്യക്തി ഇതാണ് എന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. അതുകൊണ്ട് തന്നെ ആത്മഹത്യയാണ് എന്ന പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. കരകുളം എഞ്ചിനീയറിംഗ് കോളേജ് ഉടമ അസീസ് എഞ്ചിനീയറിംഗ് കോളേജ് പണി ചെയ്യാത്ത ഹോളിനുള്ളിലായിരുന്നു മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. കോളേജ് ഉടമ മുഹമ്മദ് അബ്ദുൾ അസീസ് എന്ന സംശയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇദ്ദേഹത്തിന്റെ കാറും ഇപ്പോഴുമാണ് കത്തിയത്. കൂട്ടിയിട്ട് കത്തിച്ച ഒരു നിലയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും രാത്രി 1 മണിക്ക് ശേഷമായിരിക്കാം ഇത്തരത്തിൽ ആത്മഹത്യ എന്ന നിഗമനത്തിൽ കൂടിയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. കോളേജിൽ ഈ സമയത്ത് ബിടെക് പരീക്ഷ നടക്കുന്നതിന്റെ ഇടയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. കൊല്ലം ഇരവിപുരം സ്വദേശിയാണ് ഇദ്ദേഹം. ഇപ്പോൾ തിരുവനന്തപുരം പേയാട് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ശരീരം മുഴുവനും തന്നെ കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ്. തലയോട്ടിയിലും അസ്ഥിയും മാത്രമുള്ള ഒരു സാഹചര്യത്തിലേക്ക് അത്രത്തോളം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ ഒരു നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഏതായാലും മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോലീസ് നീങ്ങുകയാണ്. ആര്യ, മാനസ, ഈ വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയോ അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങളോ ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നുണ്ടോ? നിലവിൽ കട ബാധ്യതയുള്ളതായി ചെറിയ ഒരു സംശയം ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസവും പണം കൊടുക്കാനുള്ളവർ വന്ന വിഷയം ഉണ്ടാക്കിയിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും ഒപ്പം സാമ്പത്തിക പ്രതിസന്ധിയും മനോവിഷമവും കാരണമാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന നിഗമനത്തിൽ തന്നെയാണ് നിലവിൽ ഉള്ളത്. എങ്കിൽ കൂടിയും കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ബാക്കിയുള്ള നടപടിക്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ വ്യക്തമായ വിവരം ലഭിക്കുകയുള്ളൂ. ആര്യ, ശരി മാനസ. മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്.